ഈ വീഡിയോയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ലൂസിഫേറിയൻ നെക്സസും ഗോഡ് ആക്സസും, എന്തുകൊണ്ട് ജിയോ പൊളിറ്റിക്കലി അവരെ ഇൻഡോ അറബ് എന്നും ആഫ്രോ ഏഷ്യൻ എന്നും വിളിക്കുന്നു. രണ്ട്, എമ്പുരാൻ്റെ ക്ലൈമാക്സ് എൻഡ് ക്രെഡിറ്റ് എക്സ്പ്ലനേഷൻ കൂടെ. അതിന് ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് സ്പെക്കുലേഷൻസ്. ലൂസിഫർ അവസാനിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് പേപ്പർ കട്ടിങ്ങിലൂടെ കാണിക്കുന്നുണ്ട്. അതിന് തുടർച്ച എന്നതുപോലെ എമ്പുരാൻ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ന്യൂസ് പേപ്പറിലൂടെ തന്നെയാണ്. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ക്രെഡിറ്റ്സിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന വാർത്തകളുടെ വ്യത്യാസം, എമ്പുരാനിലെ ഇനീഷ്യൽ ക്രെഡിറ്റ്സിൽ സീക്രട്ട് സൊസൈറ്റി കണക്ഷനും അത്തരം വാർത്തകൾക്കും പകരം രണ്ട് മതസ്ഥർ തമ്മിലുള്ള കലാപവും ട്രെയിനിലെ തീർത്ഥാടക സംഘത്തെ കൂട്ടക്കുരുതി ചെയ്യുന്നതുമായിരുന്നു. തുടർന്ന് എമ്പുരാൻ പറയുന്ന കഥകളിൽ ഒന്ന് ഈ സംഭവങ്ങളുടെ തുടർച്ചയാണെന്ന് മനസ്സിലാവും. ഫൈനൽ ക്രെഡിറ്റ്സിലേക്ക് ശ്രദ്ധിച്ചാൽ ഖുറേഷി അബ്രാം എന്ന ഇന്റർനാഷണൽ ഗോൾഡ് ഡയമണ്ട് ബിസിനസ് അടക്കി വാഴുന്ന ലൂസിഫേറിയൻ നെക്സസ് എന്ന ചാരസംഘടനകളാൽ വിളിക്കപ്പെടുന്ന ഇൻഡോ അറബ് മെഗാ സിൻഡിക്കേറ്റും ആംസ് അമ്യൂണിഷൻ നാർക്കോട്ടിക്സ് ബിസിനസ്സിലെ വലിയ ശക്തിയായ ഗോഡ് ആക്സിസ് എന്ന് വിളിപ്പേരുള്ള ആഫ്രോ ഏഷ്യൻ നെക്സസ് ആയ ഷെൻ ട്രയാഡ്സ് എന്നീ സീക്രട്ട് സൊസൈറ്റി തമ്മിലുള്ള യുദ്ധങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വാർത്തകളാണ്. ഇതുതന്നെയാണ് ലൂസിഫർ ട്രിലോജിയിലെ മൂന്നാമത്തെ സിനിമയായ ലൂസിഫർ 3യുടെ ബേസ് സ്റ്റോറിയായി പറഞ്ഞു വെക്കുന്നത്. എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ലോകത്തെ പ്രധാന ഗൂഢശക്തികൾ രണ്ടാണെന്നും അത് ആരൊക്കെയാണെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത്. ഒന്ന്, ആഫ്രോ ഏഷ്യൻ ശക്തിയായ ഷെൻ ട്രയാഡ്സ്. രണ്ട്, ഇൻഡോ അറബ് ശക്തിയായ ലൂസിഫർ നെക്സസ്. കബൂഗ അടങ്ങിയ സിൻഡിക്കേറ്റ് ആണ് ലോകത്തെ ഇല്ലീഗൽ ഡാർക്ക് മാർക്കറ്റുകളിൽ ആയുധ കച്ചവടവും ഡ്രഗ് ബിസിനസ്സും നടത്തിയിരുന്നത് എന്ന് സിനിമയിൽ കബൂഗ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗോൾഡ് ഡയമണ്ട് ബിസിനസ് നടത്തിയിരുന്നത് ഖുറേഷി അബ്രാം ആയിരുന്നു എന്നും മനസ്സിലാവുന്നുണ്ട്. ഡ്രഗ് ബിസിനസ്സിനെതിരായ അബ്രാം ഗ്യാങ് ഇന്റർപോൾ ഓഫീസറായിട്ടും കബൂഗ ഗ്യാങ്ങിന്റെ ഏജന്റായും കളിച്ച റോബർട്ട് മക്കാർത്തിയെയും റഷ്യൻ ഗ്യാങ്സ്റ്ററായ സെർജി ലിയോനോവിനെയും കൊന്ന് തുടർന്ന് കബൂഗയെ അയാളുടെ നാട്ടിൽ വെച്ച് കൊന്നതിനും ശേഷമാണ് ഷെൻ ട്രയാഡ്സ് നേരിട്ട് രംഗത്തേക്ക് എത്തുന്നത്. പകരത്തിന് പകരമെന്നോണം ഷെൻ ട്രയാഡ്സിന്റെ രംഗപ്രവേശനം തന്നെ അവർ എത്ര ക്രൂരന്മാരാണെന്ന് കാണിക്കുന്നതാണ്. റോബർട്ട് മക്കാർത്തിയെ കൊന്നതിന് പകരം MI6 ഓഫീസറും അബ്രാമിന്റെ ഏജന്റുമായിരുന്ന ബോറിസ് ഒലിവറിനെയും കബൂഗയെ കൊന്നതിന് പകരം അബ്രാമിന്റെ സ്റ്റെപ്പ് ബ്രദറായ ജതിൻ രാംദാസിനെയും കൊല്ലുന്നത് നിമിഷങ്ങൾ വ്യത്യാസത്തിലാണ്. അതും ബോറിസിന്റെ വീട്ടിൽ വെച്ചും ജതിനെ അബ്രാമിന്റെ കൺമുമ്പിൽ വെച്ചും, അതിൽ തന്നെ ഖുറേഷി അബ്രാം എന്ന മെഗാ സിൻഡിക്കേറ്റിന്റെ കൺമുമ്പിൽ വെച്ച്, അതും ഒരുപാട് അകലെ ഒരു റിമോട്ട് ഏരിയയിൽ അബ്രാമിന്റെ സ്വന്തം തട്ടകത്തിൽ വെച്ച്. അവിടെയാണ് ഷെൻ ട്രയാഡ്സിന്റെ വലുപ്പം മനസ്സിലാവുന്നത്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗോഡ് ആക്സിസ് എന്ന ലോകരാജ്യങ്ങളുടെ രഹസ്യ സംഘടനകൾ വിളിക്കുന്ന ഷെൻ ട്രയാഡ്സ്. ഷെൻ എന്നാൽ ദൈവികമായത്, സ്പിരിച്വൽ എന്നൊക്കെയാണ് ചൈനീസ് അർത്ഥം. ട്രയാഡ്സ് എന്നാൽ ഗ്രൂപ്പ് ഓഫ് 3, 3 പേരടങ്ങുന്ന സംഘം എന്നുമാണ് അർത്ഥം. ആഫ്രോ ഏഷ്യൻ സിൻഡിക്കേറ്റ് ആയിരുന്ന ഷെൻ ട്രയാഡ്സിലെ ആഫ്രിക്കൻ ഇൻവോൾവ്മെന്റ് മിക്കവാറും കബൂഗ വഴി ആയിരുന്നിരിക്കാം. അതുകൊണ്ടാണ് കബൂഗ ഞങ്ങളുടെ ബ്രദർ ആയിരുന്നു എന്നും ഒരു സഹോദരന് പകരം മറ്റൊരു സഹോദരൻ എന്ന് പറഞ്ഞ് ജതിനെ കൊല്ലുന്നത്. ആഫ്രിക്കയിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും വീക്ക് ഗവേണൻസും ഒക്കെ കൊണ്ട് തന്നെ കാലങ്ങളായി ഇല്ലീഗൽ വെപ്പൺ ട്രേഡിങ്ങിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ് ഇവിടെ. ബ്ലാക്ക് മാർക്കറ്റുകൾ വഴി ചൈനയിൽ നിന്നും ചൈനീസ് പാകിസ്ഥാനി സപ്ലയേഴ്സ് വഴി ആഫ്രിക്കൻ മിലിറ്റൻസ് ഗ്രൂപ്പുകൾ വെപ്പൺസ് വാങ്ങിക്കൂട്ടിയ വാർത്തകൾ കാലങ്ങളായി ലോകം കേൾക്കുന്നുണ്ട്. ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള ഇല്ലീഗൽ ആംസ് ഷിപ്മെന്റിന്റെ മേജർ ട്രാൻസിറ്റ് പോയിന്റായി കെനിയയും സൊമാലിയയിലെയും പോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കടത്തപ്പെടുന്ന നാർക്കോട്ടിക്സ് ഡ്രഗ്സ് പ്രധാനമായും അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ അടങ്ങിയ ഗോൾഡൻ ക്രസന്റ്, മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ് അടങ്ങിയ ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവിടങ്ങളിൽ നിന്നാണെങ്കിലും ഈ യാത്രകളുടെയൊക്കെ പ്രധാന പാത ആഫ്രിക്ക വഴിയാണ്. ഇനി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഹിസ്റ്റോറിക്കലി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അങ്ങ് സിൽക്ക് റോഡ് കണക്ഷൻ വരെ ഇതിലേക്ക് കൂട്ടിമുട്ടിക്കാൻ കഴിയും. ലൂസിഫർ നെക്സസ് എന്ന് വിളിക്കപ്പെടുന്ന ഖുറേഷി അബ്രാം പ്രീ ഇസ്ലാമിക് ആൻഡ് ഏർലി ഇസ്ലാമിക് കാലഘട്ടത്തിൽ മെക്കയിലെ വ്യാപാരവും രാഷ്ട്രീയവും കൈയാളിയിരുന്ന പവർഫുൾ അറേബ്യൻ ട്രൈബായ ഖ്വറായിഷ് ട്രൈബിന്റെ ചരിത്രമാണ് ഖുറേഷി എന്ന പേരിനുള്ളത്. ക്രിസ്ത്യാനിറ്റിയിലെയും ഇസ്ലാമിലെയും ജുഡൈസത്തിലെയും പ്രവാചകനായ അബ്രഹാം എന്നതിൽ നിന്ന് വന്നതാണ് അബ്രാം എന്ന പേര്. ഖുറേഷി അബ്രാം മെഗാ സിൻഡിക്കേറ്റിലെ ഇൻഡോ ശക്തി ആരാണെന്നുള്ളതിൽ ആർക്കും ഇതുവരെ ഒരു സംശയം കാണില്ല. അബ്രാം. ഇനി അറിയേണ്ടത് ഖുറേഷി ആരാണ് എന്നതാണ്. അങ്ങനെ ഒരാൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എങ്കിലും ഉണ്ടെന്ന് ഉറപ്പിച്ചു പറയാനുള്ള തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഗ്ലോബൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡിൽ ചരിത്രപരമായി ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ബന്ധങ്ങളാണ് ഇന്ത്യക്കും അറബ് രാജ്യങ്ങളടങ്ങിയ മിഡിൽ ഈസ്റ്റിനും ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നിയമപ്രകാരം എത്തുന്ന റിഫൈൻഡ് ഗോൾഡിന്റെ മേജർ സോഴ്സ് ദുബായിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് നടത്തിയ ആഫ്രിക്കൻ ഗോൾഡിന്റെ പ്രധാന ഡെസ്റ്റിനേഷൻ പോയിന്റും ഇതേ അറബ് രാജ്യം തന്നെയാണ്. ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും അധികം ഗോൾഡ് കൺസ്യൂമേഴ്സ് ഉള്ളത് എന്നതിന് വിശദീകരണം വേണ്ട എന്ന് കരുതുന്നു. അതുപോലെ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഡയമണ്ട് കട്ടിംഗ് ആൻഡ് പോളിഷിംഗ് സെന്ററും ഇന്ത്യയിൽ തന്നെയാണ്.
എന്തുകൊണ്ടാണ് ഗോൾഡ് ഡയമണ്ട് ട്രേഡിംഗ് നെക്സസ് ആയ ലൂസിഫർ നെക്സസിനെ ഇൻഡോ അറബ് എന്ന് ചേർത്ത് വിളിക്കുന്നതെന്നും വെപ്പൺ അമ്യൂണിഷൻ നാർക്കോട്ടിക്സ് ബിസിനസ്സിലെ ഷെൻ ട്രയാഡ്സിനെ ആഫ്രോ ഏഷ്യൻ എന്ന് വിളിക്കുന്നതെന്നും മനസ്സിലാക്കാൻ ഈ ബന്ധങ്ങൾ തന്നെ ധാരാളം. ലൂസിഫർ ട്രിലോജിയിലെ യഥാർത്ഥ ശക്തികളെ ഇതിനോടകം കൂടുതൽ വ്യക്തമായി എന്ന് കരുതുന്നു. എന്താണ് ഇവരുടെ ഹിസ്റ്ററി എന്നും എന്തുകൊണ്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പോട് കൂടി ചേർത്ത് അവരെ വിശേഷിപ്പിക്കുന്നു എന്നും ഈ പറഞ്ഞതിനേക്കാൾ വലിയ ചരിത്രം ഉൾക്കൊള്ളുന്നവയാണ്. ഇനി എംപുരാന്റെ ക്ലൈമാക്സ് എൻഡ് ക്രെഡിറ്റ്സ് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ജതിൻ രാംദാസിനെ ഷെൻ ട്രയാഡ്സ് കൊല്ലുന്നത് കെയുടെ കൺമുമ്പിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ കരുതും കെയേക്കാൾ വലിയ ശക്തിയാണ് ഷെൻ ട്രയാഡ്സ് എന്ന്. എന്നാൽ ഇതിന് ഈക്വലായ ഒരു സംഭവം സിനിമയിൽ കാണിക്കുന്നുണ്ട്. കബൂക്കയുടെ ലിക്കർ ഗ്ലാസ്സിൽ ബുള്ളറ്റ് ഇട്ട് കൊടുക്കുന്ന രംഗം. അടുത്ത തവണ ഈ ബുള്ളറ്റ് നിന്റെ തലയിലായിരിക്കും എന്നാണ് കെ അപ്പോൾ പറയുന്നത്. വേണമെങ്കിൽ ആ യാച്ചിൽ വെച്ച് ഖുറേഷ്യയ്ക്ക് കബൂക്കയെ കൊല്ലാമായിരുന്നു. പരസ്പരം ബന്ധവൈരികളായ ഇൻഫേമസ് നെക്സസ് ആയിട്ടും അത്രയധികം സെക്യൂരിറ്റിയിൽ പോകുന്നവരായിട്ടും അവർക്കിടയിൽ പോലും പരസ്പരം ഇൻഫിൽട്രേറ്റഡ് ആയ സ്പൈ ഏജൻസ് ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എൻ ക്രെഡിറ്റ്സിൽ കാണിക്കുന്ന വാർത്തകൾ ഓരോന്നായി നോക്കാം. ദി സെന്റിനലിലേതായി വരുന്ന വാർത്ത ഇതാണ്: ഖുറേഷി അബ്രഹാം, എ മിത്ത് ഓഫ് ഇൻവിൻസിബിലിറ്റി, ലോസ് ഓഫ് ഡൊമൈൻസ്, ലോസ് ഓഫ് ലൈവ്സ്, നെക്സസ് ലിസ്റ്റ് ഓഫ് വാർസ് കണ്ടിന്യൂസ്, ഷെൻ സോഡ്സ് ടിയർ ഇൻ ടു ഡാർക്ക് മാർക്കറ്റ് ഫാബ്രിക്. ആരാലും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ക്രിമിനൽ അണ്ടർവേൾഡിലെ ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള കെയ്ക്ക് ശത്രുക്കൾ കൂടുന്നുവെന്നും നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നുമാണ് ന്യൂസ് പറയുന്നത്. ലോസ് ഓഫ് ഡൊമൈൻസ്, ലോസ് ഓഫ് ലൈവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറേഷിയുടെ സൈബർ നെറ്റ്വർക്കും ബ്ലാക്ക് മാർക്കറ്റ് എംപയറും ഷെൻ ട്രയാഡ്സ് തകർക്കുന്നു എന്നാണ്. ബ്ലാക്ക് മാർക്കറ്റിനെ ഒരു നെയ്തെടുത്ത വസ്ത്രമായി, അതായത് ഫാബ്രിക്കായാണ് കാണിച്ചിരിക്കുന്നത്. കെയുടെ സ്മഗ്ലിംഗ് റൂട്ടുകൾ, ഇല്ലീഗൽ ട്രേഡ് നെറ്റ്വർക്കുകൾ, അണ്ടർഗ്രൗണ്ട് ഫൈനാൻഷ്യൽ സിസ്റ്റംസ്, അങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയ സിസ്റ്റത്തിനെയാണ് ആ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ഫാബ്രിക്കിനെ, അതായത് ഒരു തുണിയെ കീറുവാൻ ചെറിയൊരു ആയുധം മതി, ഒരു ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും. എന്നാൽ ഷെൻ സോഡ് ഉപയോഗിച്ച് കീറുക എന്ന് വെച്ചാൽ ഷെൻ ട്രയാഡിന്റെ അഗ്രസീവ് ആക്ഷൻസ് കെയുടെ ബ്ലാക്ക് മാർക്കറ്റിനെ കീറി മുറിച്ചു എന്ന് തന്നെയാണ്. കെയെ ഷെൻ വാർ തുടങ്ങിയെന്നും കെയ്ക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുമാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ദി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഒരു ന്യൂസാണ്. ഏഷ്യൻ ഗവൺമെന്റ്സ് സബ്സ്ക്രൈബ് ടു കെ-ഷൻ ബാറ്റിൽസ്, പോർട്സ് ആൻഡ് ഡോക്സ് acts as transit points for the world's most lethal subterranean forces. ഏഷ്യൻ ഗവൺമെൻറ്റ്സിന് ഷെൻ വാറിനെ കുറിച്ച് ധാരണയുണ്ടായിട്ടും അവർ ഇതിൽ ഇൻഡയറക്ട്ലി ഇൻവോൾവ് ആണെന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് സപ്പോർട്ട് ഇൻഡയറക്റ്റ് ആയി ഈ യുദ്ധത്തിൽ ഉണ്ടാവുമെന്നും ആണ്. ആയുധക്കടത്തിനും കള്ളപ്പണക്കടത്തിനും ഏഷ്യൻ രാജ്യങ്ങളുടെ പോർട്ടുകളും ഡോക്കുകളും ഷെൻ ഗ്രൂപ്പ്സ് ഉപയോഗിക്കുന്നു. യുദ്ധത്തിന് വേണ്ടി ഇത്തരം സഹായങ്ങൾക്കൊക്കെ തന്നെ ഗവൺമെൻറ് ട്രാൻസിറ്റ് പോയിന്റ്സ് ഉപയോഗിക്കാൻ മൗനാനുമതി ഉണ്ടെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിനിടയിൽപ്പെട്ട് ഈ പ്രശ്നം തീർക്കുന്നതിനേക്കാൾ ഏഷ്യൻ ഗവൺമെൻറ്റ്സിന് താല്പര്യം ഇവരുടെ യുദ്ധങ്ങളിൽ നിന്നും കിട്ടാവുന്ന ബെനിഫിറ്റ്സ് നേടിയെടുക്കാനാണെന്നും ഈ ന്യൂസിൽ ആരോപിക്കുന്നുണ്ട്. മറ്റൊരു കാരണവുമുണ്ട്. ഗവൺമെൻറ്റ്സ് എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു വൻ ശക്തിയായിരിക്കും, ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഷെൻ. അണ്ടർവേൾഡ് ഓർഗനൈസേഷൻസിനെ നിയമങ്ങൾക്കപ്പുറം പ്രവർത്തിപ്പിക്കുന്ന ഇവരെ സബ്ടെറൈൻ ഫോഴ്സ് എന്നുമാണ് ന്യൂസ് പേപ്പർ വിശേഷിപ്പിക്കുന്നത്. ദി ഇന്ത്യൻ സ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ അണ്ടർ ഷെൻ സീജ്. ഷെൻ ട്രയാഡ് ഇൻവോൾവ്മെൻറ്റ് ഹാസ് ബീൻ സസ്പെക്റ്റഡ് ഇൻ ദി റീസെൻറ്റ് ലങ്ക, മ്യാൻമർ, ബംഗ്ലാദേശ് കൂപ്സ്. എ ഡെഫിനിറ്റ് ആൻഡ് സിമിലർ പാറ്റേൺ ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ഇൻ എന്നാണ്. അതായത് ഇന്ത്യക്ക് ഷെൻ ട്രയാഡ്സിൽ നിന്നും ഗൂഢമായ ഭീഷണികൾ ഉണ്ടെന്നാണ്. മറ്റൊരു രീതിയിൽ നോക്കിയാൽ ഇന്ത്യയിൽ ഷെൻ കടന്നുകയറ്റം ഉണ്ടെന്നും അതുവഴി ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെന്നും ആവാം. കേരളം പിടിച്ചെടുക്കാനുള്ള ബാബ ബജ്രംഗിയുടെ നീക്കം വലിയ തീരപ്രദേശവും 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുള്ള കേരളം ഒരു വലിയ ഡ്രഗ് ട്രാൻസിറ്റ് പോയിന്റ് ആക്കി മാറ്റാനായിരുന്നു. ഷെൻ ട്രയാഡ്സ് കളികൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ശ്രീലങ്ക, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ പൊളിറ്റിക്കൽ അട്ടിമറികൾ ഷെൻ നടത്തിയതാകാമെന്നും ദി ഇന്ത്യൻ സ്റ്റേറ്റ് പറയുന്നുണ്ട്. മറ്റൊരു ന്യൂസ് ദി ഒബ്സർവർ പറയുന്നതാണ്: ചൈന പ്ലേസ് സേഫ് ഓൺ ഷെൻ അമിഡ്സ്റ്റ് മൗണ്ടിങ് ഇന്റർനാഷണൽ പ്രഷർ. ദ ചൈനീസ് EAM spokesperson has denied any Chinese government connection with the Shen triad. ഷെൻ ട്രയാഡിനെതിരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് പോലും പ്രഷർ ഉണ്ടായിട്ടും ചൈന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഷെന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ചൈനീസ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ പറയുന്നത് പോലും ചൈനീസ് ഗവൺമെന്റിന് ട്രയാഡുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. റിയൽ ജിയോ പൊളിറ്റിക്സിൽ രാജ്യങ്ങൾ ക്രൈം സിൻഡിക്കേറ്റ്സുമായുള്ള ബന്ധങ്ങൾ നിഷേധിക്കുന്നത് ഒരു റിയൽ സിറ്റുവേഷനാണ്. അതിന്റെ പ്രധാന കാരണം ഗവൺമെന്റ് നിലനിൽക്കുന്നത് തന്നെ ഇത്തരം ക്രൈം സിൻഡിക്കേറ്റുകളുടെ പിൻബലത്തിലായിരിക്കും. ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഈവിൾ ഈസ് എ മാൻഡറിൻ വേർഡ്, US. In a statement issued from the Oval Office, the US presidential spokesperson preferred to avoid any direct references to the Shen triad, opting instead to accuse China and its covert support to the triad.
ഈവിൾ എന്നതൊരു മാൻഡറിൻ വേർഡായി അമേരിക്ക കാണുന്നത് ഇത്തരം ക്രൈം സിൻഡിക്കേറ്റ് ജനിക്കുന്നത് തന്നെ ചൈനയിൽ നിന്നാണെന്ന് കൂടി വരുത്തി തീർക്കാനാണ്. ഭാഷാപരമായും സാംസ്കാരികപരമായും ചൈനയുടെ ഇൻവോൾവ്മെന്റ് കാണിക്കാൻ കൂടിയാണ് മാൻഡറിൻ എന്ന് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ വർക്ക് പ്ലേസ് ആയ ഓവൽ ഓഫീസിൽ നിന്നും വന്നിരിക്കുന്ന പ്രസ്താവന എന്നതുകൊണ്ട് തന്നെ ഇതൊരു മേജർ ഇന്റർനാഷണൽ ഇഷ്യൂ ആയിട്ടാണ് US കാണുന്നത്. ഷെൻ ട്രയാഡ് എന്ന് നേരിട്ട് പറയാതെ ട്രയാഡിന്റെ രഹസ്യമായി പിന്തുണ നൽകുന്നത് ചൈനയാണെന്ന് പറയുകയാണ് US. റിയൽ സിറ്റുവേഷൻ നോക്കിയാൽ US ചൈനയെ ഇൻഡയറക്റ്റ് ആയി പ്രതി ചേർക്കുന്നത് ഇടയ്ക്കിടെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട്. ഷെൻ ട്രയാഡ്സ് എന്താണെന്നും അവരുടെ ഇൻവോൾവ്മെന്റിനെയും ആ ക്രൈം സിൻഡിക്കേറ്റിനെയും ലോകം കാണുന്നത് എങ്ങനെയാണെന്നും ഷെൻ ട്രയാഡ്സിന്റെ ഇൻഫ്ലുവൻസും അവരുടെ നീക്കങ്ങളെക്കുറിച്ചും കാണിക്കുന്ന വാർത്തകൾ കാണിച്ചുകൊണ്ട് എൻക്രെഡിറ്റ്സ് നീങ്ങുമ്പോൾ അവസാനമായി കാണിക്കുന്ന ന്യൂസ് ഇതാണ്. ഡോൺ റിപ്പോർട്ടിൽ പറയുന്നത് KA റിട്ടേൺസ് ഷെൻ ഫയർ, ഇറ്റ്സ് ഖയാമത്ത്. In a daredevil act of retribution, the Qureshi-Abraham nexus struck hard at Shen power points across West Asia. ഷെൻ ഫയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെൻ ട്രയാഡ് ആക്രമണത്തെയാണ്. ഷെൻ ട്രയാഡിന്റെ സിമ്പൽ റെഡ് ഡ്രാഗൺ ആണ്. ഷെൻ ട്രയാഡ് ആക്രമണത്തെ ഡ്രാഗൺ ഫയറിനോട് ഉപമിച്ച് കാണിക്കുകയാണ്. അവസാനം ഒരു ഇറിവേഴ്സിബിൾ അറ്റാക്ക് KAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത് ഷെൻ ട്രയാഡ്സിന്റെ സ്ട്രോങ് ഹോൾഡിൽ തന്നെയാണ്. തുടക്കത്തിൽ KAയുടെ ഡാർക്ക് മാർക്കറ്റ് ഫാബ്രിക് ഷെൻ സോഡ് കൊണ്ട് കീറി മുറിച്ചതിന് പകരമായി ഷെൻസ് പവർ പോയിന്റ്സ് ആയ അവരുടെ ഓപ്പറേഷണൽ ബേസസിനെയും ഫൈനാൻഷ്യൽ നെറ്റ്വർക്കിനെയും KA തകർത്തു എന്ന് വേണം കരുതാൻ. അതിൽ ഡ്രഗ് നെറ്റ്വർക്ക്സ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഖയാമത്ത് എന്ന ഉറുദു വാക്കിന്റെ അർത്ഥം ഡൂംസ് ഡേ അഥവാ അന്ത്യദിനം എന്നൊക്കെയാണ്. ഈ ന്യൂസ് റിപ്പോർട്ട്സിൽ പറയുന്നത് വെച്ച് നോക്കിയാൽ KA ഷെൻ വാർ നമ്മൾ കരുതിയതിനേക്കാൾ ഒരുപാട് വലുതാണ്. നേരിട്ടുള്ള അണ്ടർഗ്രൗണ്ട് കവേർട്ട് ഓപ്പറേഷൻസിൽ മാത്രം ഒതുങ്ങുന്നതൊന്നല്ല അത്. ഇന്റർനാഷണൽ ഗവൺമെന്റ്സ് ഉൾപ്പെടുന്ന പ്രോക്സി വാറുകൾക്കും കോൾഡ് വാറുകൾക്കും ഉള്ള നിലം കൂടിയാണത്. മൂന്നാം ഭാഗത്തിൽ ഈ ന്യൂസിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഭംഗിയായി കാണിച്ചാൽ തന്നെ പ്രേക്ഷകന് ഞെട്ടിത്തെറിക്കാനുള്ളതുണ്ട്. സൈബർ ഫൈനാൻഷ്യൽ വാർഫെയറിൽ തുടങ്ങി ബയോ വെപ്പൺസും സ്മഗ്ലിങ്ങും ഷാഡോ വാർ തുടങ്ങിയ അനേകം ഫിക്ഷണൽ സ്കോപ്പാണ് കഥയ്ക്കുള്ളത്. ഇതുപോലെ തന്നെയായിരുന്നു ലൂസിഫർ എൻഡ് ക്രെഡിറ്റ്സിൽ ഉണ്ടായിരുന്നതെന്നും അതിൽ നിന്ന് എമ്പുരാനിലേക്ക് വന്നപ്പോൾ നഷ്ടപ്പെട്ട ആ കോംപ്ലക്സ് നരേഷനെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടമില്ലാതില്ല. എന്നാലും എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ലൂസിഫർ 3 വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.